നമസ്കാരം. കഴിഞ്ഞ ദിവസം UAE-യിലുണ്ടായ അപ്രതീക്ഷിത മഴ, അതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടുകളെയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വാർത്ത ചെയ്തിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് ചില കമൻറ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായി. കാര്യം ലീഗന്മാരും അല്ലെങ്കിൽ മൗദൂദി ടീമുകളെല്ലാം നിരന്ന് നിന്ന് സ്പെഷ്യൽ ക്ലാസ് എടുത്തു തരികയാണ്. എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല, എല്ലാത്തിനെക്കുറിച്ചും അറിയാവുന്നുള്ള മഹാന്മാർ ഇവർ മാത്രമാണ്. കാര്യം നിങ്ങളെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണിക്കുകയാണ്. ഇതേ ദൃശ്യം കേരളത്തിൽ എവിടെയെങ്കിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇവർ എന്തെല്ലാം തരത്തിലുള്ള പരിഹാസങ്ങൾ, അപഹാസ്യങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ ഈ നാടിനെക്കുറിച്ച് പല തരത്തിലുള്ള ട്രോൾ വീഡിയോ ആക്കി ഇറക്കിയതിന് എന്തേ ഒരു ലീഗന്മാരെയും തണ്ടലിന് ഉറപ്പു വരുന്നില്ല? കുറച്ച് ദൃശ്യങ്ങൾ കൂടി നിങ്ങളെ കാണിക്കുകയാണ്. അതായത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊടുന്നനെ മഴ പെയ്തിറങ്ങുന്നുണ്ട്. മഴ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ ദുബായ് പോലെ നമുക്ക് പ്രത്യേക സ്റ്റഡി ക്ലാസ് ആണല്ലോ, അവിടെ കണ്ടുപടി വികസനം എന്താണെന്ന്. അവിടുത്തെ മാതൃകകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൂടി പഠിക്കേണ്ടത്, നമ്മൾ കൂടി അതായിരിക്കണം പിന്തുടരേണ്ടതെന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചത്. ഒറ്റ മഴ, സകലമാന റോഡും വെള്ളത്തിൻ്റെ അടിയിലായി, കെട്ടിടങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലായി, കാറുകൾ ഒഴുകിപ്പോകുന്ന ദൃശ്യം വന്നു. ഇത് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്നുണ്ടായ മഴയല്ല, ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്നവരുടെ കഴിവുകേടാണ്, ഇവർ നടത്തിയ അഴിമതിയാണ്. അപ്പോൾ ദുബായിലെ ഈ ദൃശ്യങ്ങളോ ഒന്ന് നോക്കിയേ. ഫുള്ളുതാ ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ മഴ ഉണ്ടാകാറില്ല. എന്നിരുന്നാലും വികസന കാഴ്ചപ്പാട് എന്തായിരിക്കണം? മഴയുണ്ടായാൽ, വലിയ വെള്ളക്കെട്ടുണ്ടായാൽ ഉടനടി അത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാകണം. ഒഴുകിപ്പോയോ? തിരുവനന്തപുരത്തും കൊച്ചിയിലും എത്ര സമയം എടുക്കുമോ അത്രയും സമയം എവിടെ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് അവർ ഈ പ്രത്യേക സക്കറൊക്കെ ഉപയോഗിച്ച് വെള്ളമൊക്കെ മാറ്റുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനെയൊക്കെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത്ര അത്യാധുനിക മെഷീനൊന്നും കേരളത്തിലില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്രയും വലിയ സമ്പത്തൊന്നും ഈ നാടിനില്ല. അപ്പോൾ ഒരു കാര്യമുണ്ട്, മഴ പെയ്തു കഴിഞ്ഞാൽ ഇവർ ഗീർവാണം അടിക്കുന്ന നാടുകളിൽ, അല്ലെങ്കിൽ ഇവർ പുരോഗമനം പറയുന്ന, ഇവർ ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഈ നാട്ടിൽ വന്നിരുന്നിട്ട് ഇവിടത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ നാട്ടിലെ കാഴ്ചകൾ ഈ നാടിൻ്റെ മുന്നിൽ നിരത്തിക്കൊണ്ട് നമ്മൾ അതേപോലെ എത്തിയെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതാഗത സൗകര്യമായിക്കോട്ടെ, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമായിക്കോട്ടെ, പണ്ടത്തെ പോലെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോകാൻ 2-3 ദിവസം എടുക്കുന്നിടത്ത് പൊടുന്നനെ ഈ 100 മില്ലി ലിറ്റർ മഴയൊക്കെ പെയ്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒഴുകി പോകാനുള്ള വെള്ളം, അതിന് ഞാൻ പറഞ്ഞ ഓടയിലേക്ക് ഇറങ്ങുന്നതിന് ഒരു നിശ്ചിത ഗ്യാപ്പ് ആയിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്, അല്ലാതെ അഗാധ ഗർത്തങ്ങളായിരിക്കില്ലല്ലോ. ആ ഗ്യാപ്പിൽ വഴി ഒഴുകി പോകുന്നതിൻ്റെ സ്പീഡിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും വെള്ളം ഉൾവലിഞ്ഞു പോകുന്നത്. അത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഈ പെയ്തിറങ്ങുന്ന കണ്ടന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അത് എത്ര സമയം എടുക്കുമെന്നുള്ളത്. പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിൽ പറയരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനേ പാടില്ല. അത് ദുബായി പറയാം. നിനക്ക് അവിടുത്തെ കാലാവസ്ഥ അറിഞ്ഞുകൂടാ. കാലാവസ്ഥ വിദഗ്ധന്മാരായിട്ടുള്ള KMCC-ക്കാരും ലീഗന്മാരൊക്കെ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ട് തനിക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. അതായത് എല്ലായിടത്തും ഒരേ കണ്ണിൽ കാണണം. അവിടെ സൂപ്പർ, ഇവിടെ മോശം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിലെ ചില മതത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ഉള്ളതെല്ലാം മോശമാണെന്നും അവിടെ ചെയ്യുന്നതെല്ലാം മഹത്തരമാണെന്നൊക്കെ ഇരുന്ന് തട്ടിവിടുമ്പോൾ നല്ല അന്തസ്സായിട്ട് കണ്ണിൽ മഞ്ഞളിപ്പില്ലാതെ, അല്ലെങ്കിൽ കണ്ണിൽ പ്രത്യേകതരം അന്ധത ബാധിച്ചിട്ട് നോക്കുന്നതിൻ്റെ പ്രശ്നമാണ് അവിടെ ലീഗന്മാരിരുന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ സർവ്വസാധാരണം ദുബായ് പോലെ ആയേനെ. ഇത് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മഴ പെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്ക ആയിക്കോട്ടെ, ദുബായ് ആയിക്കോട്ടെ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇനി ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡങ്ങളായിക്കോട്ടെ, അവിടങ്ങളിലൊക്കെ ഈ പ്രതിഭാസം ഉണ്ടാകുമെന്നേ. പക്ഷേ കേരളത്തിൽ ഉണ്ടാകുന്നത് മാത്രം പ്രത്യേക സവിശേഷതയാണ്. അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ നാടിനെ ലോകത്തിന് മുന്നിൽ വല്ലാതെ അവഹേളിക്കുന്നവർ, അല്ലെങ്കിൽ ഈ നാടിനെ പരിഹസിക്കുന്നവരുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് അവിടെ ഇരുന്നിട്ട് അവർ തരുന്ന
ശമ്പളം വാങ്ങിയിട്ട് ഒന്ന് അവരെ ട്രോളി നോക്കിയാണ് ഇവൻ്റെയൊക്കെ കച്ചവടം പൂട്ടും. അപ്പോൾ ഇവനൊക്കെ ഈ കാര്യത്തിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചയെന്ന് പോലും വാ തുറക്കാത്ത, ഇവൻ്റെ എന്ന് തണ്ടലിന് ഉറപ്പില്ലാത്തവരാണ് ഇവരൊക്കെ. ഈ നാട്ടിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സർക്കാർ ഇരിക്കുന്നതുകൊണ്ട് എന്ത് തെമ്മാടിത്തവും എന്ത് അലവലാതിത്തരവും പറയാമെന്നുള്ള ധൈര്യമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്തരം ധൈര്യമൊന്നും ഇവനില്ല. ഇവന്മാർ യഥാർത്ഥത്തിൽ എന്താണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. യുഎയിലുണ്ടായ ഈ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഒരക്ഷരം ഒരു ട്രോളായി പറയാനായിട്ട് യവനെന്ന് നാവ് പൊന്താത്തതെന്ന് വളരെ കൃത്യമായി പറയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് സ്പെഷ്യൽ കാലാവസ്ഥ ക്ലാസ്സോ കേരളത്തിന്റെ ഭൗതിക സാഹചര്യത്തെക്കുറിച്ചൊന്നും ലീഗന്മാർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. അത് പഠിക്കേണ്ട ഗതികേട് ഒരിക്കലും വന്നിട്ടില്ല. ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ നാട്ടിൽ വളരെ കൃത്യമായിട്ട് ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ തോന്നാത്തത്. എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തരം ഈ ഒരു മൃഗത്തിന്റെ ചിന്തയാണല്ലോ. ആ ചിന്തക്കാർക്ക് ഇതിനെയൊക്കെ കാണുമ്പോഴത്തേക്കും പൊള്ളുന്നുണ്ടെങ്കിൽ ആ പൊള്ളലേൽക്കാനും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന പലതും എങ്ങനെയാണ് ഇരട്ടത്താപ്പായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തുറന്നു കാട്ടാൻ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ചില ഉദാഹരണങ്ങൾ കാട്ടി ജനങ്ങളോട് പറയുമ്പോഴാണ് ഈ അവസരവാദ ഡയലോഗ് അടിക്കാരന്മാരെ കുറിച്ച് അവർക്ക് കൂടി ബോധ്യമുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായിട്ട് ഈ സന്ദർഭത്തിൽ തന്നെയാണ് പറയേണ്ടത്. അത് പറയേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞു വെച്ചതെന്ന് വളരെ കൃത്യമായി പറയുകയാണ്.